കേരളത്തിൽ കാലവർഷം കനത്തതോടെ പ്രകൃതിയുടെ ഭാവപകർച്ചയിലും വിശ്വാസവും പ്രത്യാശയും കൈവിടാതെയാണ് ജനങ്ങളുള്ളത്. പെരിയാർ കരകവിഞ്ഞൊഴുകി ആലുവ, മണപ്പുറവും ഗുരുവായൂരിലെ വിവിധ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായപ്പോഴും ദുരിതങ്ങൾക്കിടയിലും വേറിട്ട അനുഭവങ്ങൾക്കും കാഴ്ചകൾക്കുമാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. ആലുവയിൽ പെരിയാറിലെ ജലനിരപ്പ് മണിക്കൂറുകൾക്കുള്ളിൽ ക്രമാതീതമായി ഉയർന്നതോടെ ചരിത്ര പ്രസിദ്ധമായ മണപ്പുറവും മഹാദേവ ക്ഷേത്ര പരിസരവും വെള്ളത്തിനടിയിലായി. പുഴയിലെ കൽപ്പടവുകളും പിതൃതർപ്പണം നടത്തുന്ന ബലിത്തറകളും മുങ്ങിയെങ്കിലും ആചാരപ്പെരുമയ്ക്ക് കോട്ടം തട്ടിയില്ല. ജലനിരപ്പ് ഉയർന്നു നിൽക്കെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് 12:10 ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മഹാദേവന്റെ ആറാട്ട് ചടങ്ങ് നടന്നു. മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നാണ് ഭക്തർ മഹാദേവന് പ്രണാമം അർപ്പിച്ചത്. അതേസമയം കൊട്ടാരക്കടവിൽ നിന്നും നടപ്പാലം വരെ വെള്ളം കയറിയതോടെ സാഹസികമായി സെൽഫിയും റീൽസും പകർത്തുവാൻ ആളുകൾ തടിച്ചുകൂട്ടിയത് ആശങ്ക പരത്തി. അപകട സാധ്യത മുന്നിൽ കണ്ട് പോലീസ് നടപ്പാലം താഴിട്ട് പൂട്ടിയാണ് പ്രവേശനം തടഞ്ഞത്. ഗുരുവായൂർ മേഖലയിലും വൻതോതിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. തൈക്കാട് തെരുവിലും മമ്മിയൂരിലും 100ഓളം കടകളിലും നിരവധി വീടുകളിലും വെള്ളം കയറി പച്ചക്കറികളും സാധന സാമഗ്രികളും ഒലിച്ചുപോയി. കരക്കാട് വെള്ളത്തിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ചൊവ്വല്ലൂർ പടിയിൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ കുറുക്കുവഴി തേടിയ 2 കാറുകൾ ശക്തമായ ഒഴുക്കിൽപ്പെട്ടു. തൈക്കാട് സ്വദേശിയും കുടുംബവും കുട്ടികളും അടങ്ങുന്ന സംഘം സമയോചിതമായി കാറിൽ നിന്ന് പുറത്തിറങ്ങി ഓടിയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. തൊഴിയൂരിൽ കാറ്റിൽ തെങ്ങ് കടപുഴകി വീടിന്റെ മേൽക്കൂര തകർന്നെങ്കിലും ഉറക്കമുണർന്ന് പുറത്തേക്കോടിയ വീട്ടുകാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ദുരിത കാഴ്ചകൾക്കിടയിലും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഒരു കൗതുക കാഴ്ചയും അരങ്ങേറി. സമീപത്തെ പട്ടർകുളത്തിൽ നിന്ന് വെള്ളത്തോടൊപ്പം കട്ല, തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ റോഡിലേക്കും നടപ്പുറയിലേക്കും ഒഴുകിയെത്തി. മഴയ്ക്കിടയിലും ഈ മീനുകളെ പിടികൂടാൻ ഭക്തരും വ്യാപാരികളും മത്സരിച്ചതോടെ പ്രളയഭീതിക്കിടയിലും ഇത് അപൂർവമായൊരു കാഴ്ചയായി മാറി. കഴിഞ്ഞ വർഷങ്ങളിൽ ക്ഷേത്രത്തിനകത്ത് വരെ വെള്ളം കയറിയിരുന്നെങ്കിൽ ഇത്തവണ അമൃത് പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയ ആധുനിക കാനകൾ മഴവെള്ളം വേഗത്തിൽ ഒഴുകിപ്പോകാൻ സഹായിച്ചു എന്നത് വലിയ ആശ്വാസമാണ്. മഴ മുന്നറിയിപ്പുകൾ തുടരുന്ന സാഹചര്യത്തിൽ അനാവശ്യമായി പുഴയോരങ്ങളിലേക്ക് പോകരുതെന്നും അപകടകരമായ രീതിയിൽ ചിത്രങ്ങൾ പകർത്തുവാൻ ശ്രമിക്കരുതെന്നും അധികൃതർ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്.